വി രാജേഷ്, ഇതിപ്പോൾ കോൺഗ്രസ് നടത്തിയ ക്രമക്കേടാണെങ്കിൽ അത് കണ്ടെത്തണമല്ലോ. അങ്ങനെയാണോ ബി.ജെ.പി ആവശ്യപ്പെടുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ സുതാര്യമായി ഇക്കാര്യങ്ങളിൽ ഒരു പ്രതികരണം നടത്തണം എന്ന് ബി.ജെ.പി ആവശ്യപ്പെടുമോ? അല്ല, സ്വാഭാവികമായിട്ട് അതൊക്കെ സംഭവിക്കുമല്ലോ. ഇത്തരത്തിൽ കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും കോൺഗ്രസ് ആണല്ലോ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണല്ലോ. ഉന്നയിച്ച് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇപ്പോൾ വിമാനം, ആയുധ ഇടപാട് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ച് കോടതിയിൽ നിന്ന് ശിക്ഷ വരെ ഏറ്റുവാങ്ങി നടക്കുന്ന ആളായതുകൊണ്ടാണെങ്കിലും കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ട ഘടകങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണം. ഇവിടെ കർണാടകത്തിലെ മഹാദേവപുരം മണ്ഡലത്തിൽ ഒരു അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ ലീഡ് കൊണ്ടാണ് ബി.ജെ.പി ജയിച്ചത് എന്നുള്ളത് വലിയ അത്ഭുതമായിട്ട് നിങ്ങൾ പല തവണ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അതുപോലെ ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് മഹാരാഷ്ട്രയിലെ ധുലെ ലോക്സഭാ സീറ്റ്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ധുലെ ലോക്സഭാ സീറ്റിൻ്റെ ഭാഗമായ മാലേഗാവ് സെൻട്രൽ, അവിടെ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ലും ബി.ജെ.പി ആയിരുന്നു മുന്നിൽ. ആ പാർലമെൻറ്റിൽ 6 മണ്ഡലങ്ങളുണ്ടെങ്കിൽ അതിൽ 5ലും ബി.ജെ.പി ആയിരുന്നു മുന്നിൽ. എന്നാൽ മാലേഗാവ് സെൻട്രലിൽ കോൺഗ്രസ്സിന് നല്ല ലീഡ് കിട്ടിയ കോൺഗ്രസ് ജയിച്ചു. ഇത് തന്നെയാണ് മഹാദേവപുരത്ത് സംഭവിച്ചത്. ക്രമക്കേടാണെന്നുണ്ടെങ്കിൽ അവിടെയും ക്രമക്കേട് കാണിക്കാമായിരുന്നല്ലോ. അപ്പോൾ ഈ സെലക്റ്റീവായിട്ട് സംസാരിക്കരുത്. മഹാദേവപുരത്തിനെ കുറിച്ച് പറയുമ്പോൾ ധുലെ ലോക്സഭാ സീറ്റിനെ കുറിച്ച് പറയണം. ഒറ്റ അസംബ്ലി രാഹുൽ ഗാന്ധി അങ്ങനെ ജയിച്ച കാര്യം മാത്രമല്ലല്ലോ പറഞ്ഞത് വി രാജേഷ്. അതിനോടൊപ്പം ഈ പുറത്തേക്ക് വരുന്ന തെളിവുകൾ കൂടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് പറയാം. എനിക്ക് ഒന്നൊന്നായിട്ടില്ലേ സുഹൃത്തെ എനിക്ക് ഒന്നൊന്നായിട്ടില്ലേ പറയാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, ഈ ലാൽകുമാറൊക്കെ പറഞ്ഞപ്പോഴേക്കും സ്മൃതിയുടെ സംസാരശേഷി തന്നെ 2-3 മിനിറ്റ് അതിന് നഷ്ടപ്പെട്ടു. ചോദ്യം ചോദിക്കാറുള്ളൂ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാറുള്ളൂ. വെറുതെ ചോദിച്ച ആളുകളെ ബുദ്ധിമുട്ടിക്കില്ല. ചോദിക്കും. അപ്പൊ ലാല് പറഞ്ഞപ്പോ ഒരു സംശയം തോന്നിയില്ല. ഭയങ്കര സംശയമായിരുന്നേ. അപ്പോഴേ താങ്കൾ ഈ തെളിവ് അല്ല സംശയം, ഇയാൾക്ക് വേറൊരു സംശയം വന്നിരുന്നു. താങ്കളുടെ ഒരു ഊഹവും കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോ താങ്കൾ പറഞ്ഞൊരു കമന്റ് കൂടെ ഞാൻ പറയാം. അതായത് ഇലക്ഷൻ കമ്മീഷൻ 300 കിലോ ഭാരം വരുന്ന കടലാസുകൾ കോൺഗ്രസ് കൊടുത്തപ്പോൾ അത് പരിശോധിക്കില്ല, ഏതെങ്കിലും മൂലയിൽ കൊണ്ട് വച്ചിരിക്കുമെന്ന് കരുതിയാണ് കൊടുത്തതെന്ന്. അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ മനസ്സിൽ ആരൊക്കെയാണ് ഇത് കൊടുത്തതെന്ന് നമുക്കറിയില്ല. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്താഗതിയെ സ്മൃതി പരുത്തിക്കാട് ആവാഹിച്ച് താങ്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനങ്ങ് പറയുകയാണ്. ഇത്രയും ഇത് ജേർണലിസത്തിന്റെ ഏത് ഭാഗത്താണെന്നോ ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലുള്ളത് ആവാഹിക്കുന്നത് എല്ലായിടത്തും പ്രയോഗിക്കാവുന്ന ഒരു സാധനമാണത് സാമാന്യ ബുദ്ധി. അല്ല, ഈ സാമാന്യ ബുദ്ധി ഊഹിക്കുന്ന കാര്യത്തിലൊക്കെ സാമാന്യ ബുദ്ധി ഊഹമല്ല. നിര അദ്ദേഹം ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം അതിൽ ബുദ്ധിമുട്ടി എന്ന കാര്യം പറയുന്നുണ്ട്. 300 കിലോ എന്നും 300 കിലോയേക്കാൾ അതിനേക്കാൾ വലിയ ഭാരമാണ്. ഞാൻ തൂക്കി നോക്കിയിട്ടല്ലോ 300 കിലോയേക്കാൾ. സ്മൃതി ഞാനും കൂടെ ഒരു പാനലിസ്റ്റല്ലേ, എനിക്കൂടെ ഒരു അവസ്ഥ തന്നെ. അതായത് ഈ 300 കിലോ എന്നും കോൺഗ്രസ് സംബന്ധിച്ച് വലിയ ഭാരമൊന്നുമല്ല. അവർ അതിൻ്റെ അപ്പുറം ഭാരമാണ് അവർ ചുവന്നുകൊണ്ടിരിക്കുന്നത് കുറേ കാലം കൊണ്ട്. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും വലിയ ഭാരമൊന്നുമല്ല. ഇനി താങ്കൾ തെളിവുകളുടെ കാര്യം പറഞ്ഞു. ഞാനൊന്ന് പറയട്ടെ, എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി ഇതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉന്നയിച്ചതിൻ്റെ കേസ് മഹാരാഷ്ട്ര ഹൈക്കോടതി മുംബൈ ഹൈക്കോടതി തള്ളിയല്ലോ. അതിൻ്റെ പിറ്റേ ദിവസം വന്ന ഹിന്ദു പത്രത്തിലെ വാർത്തയാണ്, ബോംബെ ഹൈക്കോർട്ട് ഡിസ്മിസ് പ്ലീ അലീഗിങ് ഇറഗുലാരിറ്റീസ് ഇൻ മഹാരാഷ്ട്ര അസംബ്ലി പോൾസ്, കോളിംഗ് ഇറ്റ് എ വേസ്റ്റ് ഓഫ് ജുഡീഷ്യൽ ടൈം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതായത് രാഹുൽ ഗാന്ധി ജുഡീഷ്യറിയുടെ ടൈം വേസ്റ്റ് ആക്കി എന്നാണ് മുംബൈ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ താങ്കൾ വളരെ വൈദഗ്ധ്യത്തോടെ ചോദിച്ച തെളിവുകളുണ്ടല്ലോ, ഈ തെളിവുകളൊക്കെ തന്നെ മുംബൈ ഹൈക്കോടതിയിൽ എന്തേ ഹാജരാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ എന്താ മറന്നുപോയോ? അതേ ആ സമയത്ത് ആ തെളിവുകളൊക്കെ മാഞ്ഞു പോയോ? രാഹുൽ ഗാന്ധി കേരളത്തിലെ ഇന്ത്യയിലെ എത്രയോ കോടതികളൊന്നും കൊട്ടുവാങ്ങിച്ചിട്ടുണ്ട്. കോടതി പറഞ്ഞതിലൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. കോടതിയാണല്ലോ കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാരനാണോ എന്ന സംശയം കോടതിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഈ തെരഞ്ഞെടുപ്പിലുടനീളം പ്രചാരണം നടത്തിയ ഒരു വ്യക്തി ഇന്ത്യക്കാരനാണോ എന്ന് സംശയിച്ചത് ഏത് ഘട്ടത്തിലാണ്? ഇന്ത്യയുടെ ഭൂമി, രാജ്യത്തിന്റെ ഭൂമി കൈവശപ്പെടുത്താൻ ചൈന ശ്രമിച്ചിട്ടുണ്ടോ എന്ന സംശയം ഉന്നയിച്ചതാണല്ലോ അദ്ദേഹം ആരോപിച്ച കേസിൽ എന്താ എവിഡൻസ് സാധിച്ചില്ല. അതെ, അദ്ദേഹം തെളിവുകൾ രേഖകൾ മഹാദേവപുരം മണ്ഡലത്തെ കുറിച്ച് വാദോരാ സംസാരിച്ചുകൊണ്ടിരുന്ന സ്മൃതി
സ്മൃതി ഒറ്റ പോയിന്റ് പറയുന്ന അവസ്ഥ എന്താ, മഹാദേവപുരം മണ്ഡലത്തെക്കുറിച്ച് ഈ ചർച്ച 7 മണിക്കാണ് തുടങ്ങിയെങ്കിൽ 6:30 മണി മുതൽ മഹാദേവപുരം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സ്മൃതി ഞാൻ മഹാരാഷ്ട്രയിലെ ധുലൈ പാർലമെന്റ് സീറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ അത് അന്വേഷണത്തിൽ നിങ്ങൾ ഉത്തരവിടണമെന്നേ. നിങ്ങൾ 300 കിലോ കടലാസ് അങ്ങ് വാങ്ങുന്നേ. എന്തിനാ നിങ്ങളൊരു പരിശോധന നടത്തൂ. ഞങ്ങൾ തോറ്റാൽ തോറ്റെന്നേ. ഞങ്ങൾ തോറ്റാൽ തോറ്റു. ഞങ്ങൾ അടുത്തേക്ക് ജയിക്കാൻ ശ്രമിക്കും. ആത്യന്തികമായി മൊത്തത്തിൽ അങ്ങ് ജയിച്ചല്ലോ. അപ്പൊ പിന്നെ ഒരു മണ്ഡലത്തിൽ നോക്കണ്ടല്ലോ. ഞങ്ങൾ തോറ്റു. ആത്യന്തികമായി മൊത്തത്തിൽ അങ്ങ് ജയിച്ചല്ലോ. അല്ല, അത് പ്രവർത്തിച്ചിട്ട് ആ പ്രവർത്തനത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. പ്രവർത്തിച്ചിട്ട് അല്ലാതെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കഥ പറഞ്ഞല്ല. അല്ല, ഈ പ്രവർത്തനം അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അല്ല, അച്ഛന്റെ പേര് പോലും മര്യാദയ്ക്കല്ല. അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അല്ലല്ല, ഇപ്പൊ ഇതിൽ അച്ഛന്മാരുടെ പേര് പോലും ഇല്ല മര്യാദയ്ക്ക്. ഈ പറയുന്ന പട്ടികയിൽ നമ്മൾ കണ്ടില്ലേ. ഞാൻ പറയട്ടെ, അല്ലല്ല, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടാണെന്നേ, അല്ലാതെ എന്റെ പ്രവർത്തനമാണോ എന്നതാണ് ഈ സംശയം. നിങ്ങളുടെ പ്രവർത്തനം നോക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആരാണ് തെരഞ്ഞെടുക്കുന്നത്? അഡ്വക്കേറ്റ് വി വി രാജേഷ്, നിങ്ങളുടെ സുതാര്യതയെ കുറിച്ചൊന്ന് വിശദമാക്കുന്നേ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആരാണ് തെരഞ്ഞെടുക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങൾ ചേർന്ന് തെരഞ്ഞെടുക്കുകയാണ്. അതിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ അങ്ങ് ഒഴിവാക്കി പ്രതിപക്ഷ നേതാവ് അവിടെ ഒറ്റ സ്വരമാകുന്നു. നിങ്ങൾക്ക് ഒരുമിച്ച് സ്വരമാക്കാൻ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന അടുത്ത ആളും ചേർന്നിട്ടാണ്. ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരായിരുന്നു തെരഞ്ഞെടുത്തോണ്ടിരുന്നത്? ചീഫ് ജസ്റ്റിസ് ഇല്ലായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, സ്മൃതിയുടെ പാർട്ടി കോൺഗ്രസ് ഈ രാജ്യം പറയണ്ട. അങ്ങേക്ക് ചോദ്യത്തിന് ഉത്തരം പറയാം. എനിക്ക് പാർട്ടിയൊന്നുമില്ല തൽക്കാലം. അങ്ങ് എന്റെ പാർട്ടി എന്ന് പറയാതെ താങ്കൾക്ക് മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയൂ. അല്ല, എനിക്ക് മറുപടി തന്നെയാണ് പറയുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ സംശയം തോന്നി. കാരണം മനസ്സിലുണ്ടായിരുന്നതിന് താങ്കൾ ഊഹിച്ചു പറയുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നിയമിക്കുന്നു അല്ലെ? തൊട്ടു മുൻപ് നിയമിക്കുന്നു. അതിന് തൊട്ടു മുമ്പ് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്നു. അങ്ങനെ ഉണ്ടായല്ലോ. അതിനു മുമ്പ് നിയമപരമായിട്ട് തടസ്സമുണ്ടായിരുന്നോ? തടസ്സമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ചലഞ്ച് ചെയ്തില്ല? ഇതൊക്കെ രാജ്യം എത്ര ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഈ രാജ്യത്ത് ആരും ഒന്നും മിണ്ടില്ലെന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങ് കേട്ടിട്ടില്ല ഒന്നും? അല്ല, ആ ചർച്ച ഇപ്പോൾ ആദ്യം കേൾക്കുകയാണ്. അതിന് ലീഗലി അതിന് ബാറുണ്ടായിരുന്നോ? നിയമപരമായിട്ട് തടസ്സമുണ്ടായിരുന്നോ? നിയമപരമായിട്ട് തടസ്സമില്ലാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഈ ഗവൺമെന്റ് എന്താ ബുദ്ധിമുട്ട്? ഗവൺമെന്റിന്റെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കൂ വി വി രാജേഷ്, നമ്മൾ എന്തുകൊണ്ട് ഇത് വീണ്ടും ചർച്ച ചെയ്യുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇവിടുത്തെ ഭരണപക്ഷവും ചേർന്ന് ജനാധിപത്യത്തെ ഇല്ലാതാക്കി എന്നുള്ളതാണ് ആരോപണം. വി വി രാജേഷ്, അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്ന ചോദ്യം കൂടി വരുന്നത്. ഭരിച്ചപ്പോഴും സ്മൃതി പരുത്തിക്കാട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നല്ലോ, ഇന്ത്യയിൽ ജീവിച്ചിരുന്നല്ലോ. നരസിംഹറാവുവും മൻമോഹൻ സിംഗും ഭരിക്കുമ്പോഴും താങ്കൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ തന്നെ അവരുടെ ഇംഗിതത്തിന് വഴങ്ങിയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു? വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു? കുറെ കാലം വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കപ്പെട്ട പ്രസംഗങ്ങൾ നടത്തിയ മോദിക്കെതിരെ എത്ര പരാതികൾ ലഭിച്ചു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തു? മോഡിക്കെതിരെ മോഡി മുഖ്യമന്ത്രി ആയതിന്റെ അന്ന് പോലെ നിങ്ങൾ പരാതി കൊണ്ട് നടക്കില്ലേ? മോദി ചട്ടലംഘനം നടത്തിയെന്ന് പറഞ്ഞ അശോക് ലാവേസ് രാജിവെച്ച് പോയോ? മോഡിക്കെതിരെ നിങ്ങൾ അമേരിക്കയിലേക്ക് വിസ കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതിയ നാണം കെട്ട പണി ചെയ്ത പാർട്ടിയല്ലേ നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടി? ഇവിടുത്തെ ആള് കൂടും മോഡി എന്ന് കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് അവിടേക്ക് അല്ല ആള് കൂടുന്ന ആളെ കൂടുന്നതൊക്കെ നമുക്കറിയാന്നേ. വോട്ട് ചെയ്തതിന് ശേഷം നരേന്ദ്രമോദി പോളിംഗ് ബൂത്തിൽ പോയിട്ട് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം വോട്ട് ചെയ്തൊന്ന് കൈ ഉയർത്തി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പരാതി കൊടുത്തില്ല. പരാതി ഇവിടെ പോയി. അശോക് ലാവേസ എന്തിനാണ് നരേന്ദ്രമോദിയെ നിങ്ങൾ രാജ്യം ഭരിച്ചപ്പോഴേ പിടിച്ച് ജയിലിലിടാൻ നോക്കിയില്ലേ? അശോക് ലാവേസ എന്തിനാണ് രാജിവെച്ചത്? എന്നിട്ട് വന്നുപോയോ? അപ്പൊ മഹാദേവപുരം വിട്ടു. Debate with Smriti Parathikkad.